നമസ്കാരം സുഹൃത്തുക്കളെ. ലോകം വിശ്വസിക്കുന്ന ഏറ്റവും വലിയ നുണയാണ് കഠിനാധ്വാനം ചെയ്യുന്നവർ സമ്പന്നരാകുമെന്നത്. കഠിനാധ്വാനം മാത്രമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കഠിനാധ്വാനികളായ തൊഴിലാളികൾ ആകുമായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നർ. എന്നാൽ യഥാർത്ഥം അങ്ങനെയല്ല. ഇത് അംഗീകരിക്കാൻ പ്രയാസമുള്ള സത്യമാണെങ്കിലും ആ സത്യമാണ് ഈ വീഡിയോയിലൂടെ വെളിപ്പെടുന്നത്. ഇതൊരു പ്രചോദനാത്മക പ്രസംഗമല്ല, മറിച്ച് ഒരു ചിന്താപരമായ പരിവർത്തനമാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ ശരിയായ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് തെറ്റുപറ്റുന്നതും എവിടെയാണെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. വിജയം കഠിനാധ്വാനത്തിലൂടെ മാത്രം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത ചിന്തയിൽ നിന്ന് വ്യത്യസ്തനാണ് ഒരു ലെസി മില്യണർ. അയാൾ അലസനായി ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് അതീവ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാളുടെ കൈവശം വലിയ ബിരുദങ്ങളോ പാരമ്പര്യമായി ലഭിച്ച സ്വത്തോ ഉണ്ടാകണമെന്നില്ല. എന്നിട്ടും അയാൾ കോടികളുടെ സമ്പത്ത് സൃഷ്ടിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം അയാളുടെ സിസ്റ്റം കേന്ദ്രീകൃതമായ മാനസികാവസ്ഥയാണ്. വ്യക്തിപരമായ അധ്വാനത്തിന് ഒരു പരിധിയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതിനാൽ അയാൾ തന്റെ സമയവും ഊർജവും തനിക്ക് വേണ്ടി 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും തന്ത്രങ്ങളും നിർമ്മിക്കുന്നതിൽ നിക്ഷേപിക്കുന്നു. അയാൾ സ്വയം ജോലിയിൽ തളച്ചിടാതെ നിഷ്ക്രിയമായി പണം സമ്പാദിക്കാൻ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുന്നു. അയാൾ ഉറങ്ങുകയാണെങ്കിലും അവധിക്കാലം ആഘോഷിക്കുകയാണെങ്കിലും പണം വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അയാൾ തന്റെ സ്വാതന്ത്ര്യത്തെ ജോലിയുടെ ഭാരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുകയും സ്വയം നിയമങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നു. കഠിനാധ്വാനത്തിന്റെ മിഥ്യാബോധം. കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പാണ്. കുട്ടിക്കാലം മുതലേ നമ്മെ പഠിപ്പിച്ചതാണ്. കഠിനാധ്വാനമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ എന്നും എത്രയധികം പരിശ്രമിക്കുന്നുവോ അത്രയധികം പണവും ബഹുമാനവും ലഭിക്കുമെന്നും നമ്മൾ വിശ്വസിച്ചു. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞതുകൊണ്ട് ജീവിതം മുഴുവൻ കഠിനാധ്വാനത്തിനായി നാം ഒഴിഞ്ഞു വെക്കുന്നു. അതിരാവിലെ എഴുന്നേൽക്കുക, ദീർഘനേരം ജോലി ചെയ്യുക, ഓവർ ടൈം പണിയെടുക്കുക, എല്ലാ കാര്യങ്ങളിലും സ്വയം പൂർണ്ണമായെന്ന് വിശ്വസിക്കുക, സമർപ്പിക്കുക. ഇതാണ് ശരിയായ വഴിയെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാം, നിരന്തരമായി അതികഠിനമായി അധ്വാനിക്കുന്നവർ പലപ്പോഴും തളർന്ന് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കേവലം വിരമിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കുറഞ്ഞ അധ്വാനം ചെയ്യുകയും എന്നാൽ ആഴത്തിൽ ചിന്തിച്ച് ബുദ്ധിപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചിലർ മറ്റുള്ളവരുടെ അധ്വാനവും ലഭ്യമായ വിവരങ്ങളും വിഭവങ്ങളും ശരിയായി ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി കോടീശ്വരന്മാരായി മാറുന്നു. കഠിനാധ്വാനവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എല്ലായ്പ്പോഴും കൂടുതൽ വരുമാനത്തിലേക്ക് നയിക്കണമെന്നില്ലെന്ന് ഈ അനുഭവം വ്യക്തമാക്കുന്നു. യഥാർത്ഥ കളി, യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നിവ നേടാനുള്ള വഴി കഠിനാധ്വാനത്തെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് വിവേകം, തന്ത്രം, ശരിയായ സംവിധാനങ്ങൾ, ബുദ്ധിപരമായ തീരുമാനങ്ങൾ എന്നിവ അതിൽ നിർണായക പങ്കുവഹിക്കുന്നു. കഠിനാധ്വാനം എന്ന ദൈവം. കഠിനാധ്വാനത്തെ നമ്മൾ ഒരു ദൈവത്തെ പോലെയാക്കി മാറ്റി. വേദനയില്ലാതെ നേട്ടമില്ല, നോ പെയിൻ നോ ഗെയിൻ പോലുള്ള പഴയ മുദ്രാവാക്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നതുകൊണ്ട് സമ്പന്നനാകാൻ ആരോഗ്യം, കുടുംബം, മാനസിക സമാധാനം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം തുടങ്ങിയ വിലയേറിയ കാര്യങ്ങൾ ത്യജിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്നു. യഥാർത്ഥ സമ്പന്നത കഠിനാധ്വാനത്തിലൂടെ മാത്രമല്ല, വിവേകം, ശരിയായ തന്ത്രം, കാര്യക്ഷമമായ സംവിധാനങ്ങൾ എന്നിവയിലൂടെയാണ് നേടാനാകുന്നത് എന്ന് നമ്മൾ മറന്നു പോകുന്നു. നമ്മുടെ പരാജയത്തിന് കാരണം പണം, സാമ്പത്തിക സ്വാതന്ത്ര്യം, വിജയം എന്നിവയുടെ യഥാർത്ഥ നിയമങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. സ്കൂളിലും കോളേജിലും നമ്മൾ ഗണിതവും ശാസ്ത്രവും ചരിത്രവും പഠിച്ചു. എന്നാൽ നിഷ്ക്രിയ വരുമാനം, പാസീവ് ഇൻകം, ലിവറേജ്, ഓട്ടോമേഷൻ, സിസ്റ്റം ബിൽഡിംഗ്, സ്മാർട്ട് നിക്ഷേപം തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ആശയങ്ങളെക്കുറിച്ച് നമുക്കാരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ അധ്വാനത്തിലൂടെയും സമ്പന്നനാകാൻ കഴിയുമെന്ന് ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അതിനെ സംശയത്തോടെ വീക്ഷിക്കുന്നത്. നിങ്ങളുടെ വില നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. നമ്മുടെ മൂല്യത്തെ ഒരു നിശ്ചിത ശമ്പളത്തിൽ ഒതുക്കി നിർത്താനാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ വിലയേറിയ സമയവും കഴിവും ഒരു കമ്പനിക്ക് വിൽക്കുന്നു. അതിനു പകരമായി മണിക്കൂറിന് 500 രൂപ പോലുള്ള പരിമിതമായ തുക നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഒരു ലെസി മില്യണർ ഈ മാനസികാവസ്ഥയ്ക്ക് അപ്പുറം ചിന്തിക്കുന്നു. അവനവന്റെ യഥാർത്ഥ വില അവനറിയാം. തന്റെ സമയം എത്രമാത്രം മൂല്യമുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അതേസമയം ഉപയോഗിച്ച് ക്ലയന്റുകൾക്കായി നേരിട്ട് ജോലി ചെയ്യും. അല്ലെങ്കിൽ സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ചും അവന് 5000 രൂപയോ അതിൽ കൂടുതലോ സമ്പാദിക്കാൻ സാധിക്കും. ലെസി മില്യണർ പരമ്പരാഗത ജോലിയെ ഒരു ആധുനിക അടിമത്തം പോലെയാണ് കാണുന്നത്. നിങ്ങളുടെ ജോലിയിൽ ശമ്പളം എന്ന ഒരൊറ്റ പൈപ്പ് ലൈനെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് എപ്പോഴെങ്കിലും നിലച്ചാൽ നിങ്ങളുടെ വരുമാനം പൂർണ്ണമായി ഇല്ലാതാകും. ഇതിന് വിപരീതമായി ഒരു ലെസി മില്യണർ ഒന്നല്ല, പല പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നു. അവൻ ഉറങ്ങുമ്പോഴും അവന് വേണ്ടി പണം സമ്പാദിക്കുന്നു. നിങ്ങൾ ഒരൊറ്റ ടാപ്പിനെ ആശ്രയിക്കുമ്പോൾ അവൻ ഇതിനകം ഒരു വലിയ വാട്ടർ ടാങ്ക് തന്നെ നിർമ്മിച്ചിരിക്കും. ആസ്തികളും ബാധ്യതകളും.
സാമ്പത്തിക ലോകത്ത് സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ആസ്തികളെയും ബാധ്യതകളെയും മനസ്സിലാക്കുന്നതിലാണ്. ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് വാടകയ്ക്ക് നൽകിയ ഒരു കെട്ടിടം, ഓഹരികൾ അല്ലെങ്കിൽ നിങ്ങൾക്കായി പണം സമ്പാദിക്കുന്ന ഒരു ബിസിനസ്. ഇതിന് വിപരീതമായി ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് എല്ലാ വർഷവും വില കുറയുന്ന ഒരു പുതിയ കാർ, അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായി പണം ചിലവഴിക്കുന്ന വില കൂടിയ ഒരു ഗാഡ്ജറ്റ്. നിങ്ങൾ ഓരോ തവണ പുതിയ ഫോണോ കാറോ ടിവിയോ വാങ്ങുമ്പോഴും നിങ്ങൾ പണം ചിലവഴിക്കുക മാത്രമല്ല, ഭാവിയിൽ നിങ്ങൾക്കായി പണം സമ്പാദിക്കാൻ കഴിയുമായിരുന്ന ഒരു ആസ്തി വാങ്ങാനുള്ള അവസരം കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഒരു ലെസി മില്യണർ ഈ കാര്യം ആഴത്തിൽ മനസ്സിലാക്കുന്നു. ഓരോ ചെലവ് ചെയ്യുന്നതിന് മുൻപും അവൻ സ്വയം ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നു: ഈ വസ്തു എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ, അതോ വെറുമൊരു താൽക്കാലിക സുഖവും പ്രകടനവും മാത്രമാണോ ഇത് നൽകുന്നത്? ശരിയായ ഉപദേശകനും വ്യക്തമായ ലക്ഷ്യബോധവും വേണ്ടതിന്റെ പ്രാധാന്യം. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ന്യൂട്ടൻ പറഞ്ഞതുപോലെ തന്റെ വിജയത്തിന്റെ രഹസ്യം അധികായരുടെ തോളിൽ നിന്നതുകൊണ്ടായിരുന്നു. അതുപോലെ ഒരു ലെസി മില്യണർ തന്റെ പുരോഗതിക്കായി ഈ തത്വം പിന്തുടരുന്നു. അവൻ തനിച്ച് വഴി കണ്ടെത്തുന്നതിന് പകരം വിജയത്തിന്റെ കൊടുമുടിയിലെത്തിയവരെ കണ്ടെത്തുന്നു. ഈ ഉപദേശകരിൽ നിന്ന് അവൻ പഠിക്കുകയും അവരുടെ അനുഭവങ്ങളെ തന്റെ കുറുക്കുവഴിയാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല ഉപദേശകൻ നിങ്ങൾക്ക് ഉപദേശം നൽകുക മാത്രമല്ല, മറ്റുള്ളവർക്ക് അടഞ്ഞുകിടക്കുന്ന വഴികളും അവസരങ്ങളും നിങ്ങൾക്ക് തുറന്നു തരികയും സാധാരണക്കാർക്ക് സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഒരു ലെസി മില്യണർക്ക് തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കും. സാധാരണക്കാർ കുറച്ചു പണം സമ്പാദിക്കണം എന്ന അവ്യക്തമായ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഒരു ലെസി മില്യണർ അടുത്ത 3 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ സമ്പാദിക്കണം എന്നതുപോലുള്ള കൃത്യമായ ലക്ഷ്യം വയ്ക്കുന്നു. ഈ വ്യക്തത അവന്റെ മനസ്സിൽ ഒരു മെന്റൽ GPS പോലെ പ്രവർത്തിക്കുകയും ഓരോ ചുവടിലും ശരിയായ ദിശ കാണിച്ചു നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിന്റെ മറ്റൊരു തത്വമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫർട്ട്. വിജയത്തിന്റെ രഹസ്യം കഠിനാധ്വാനത്തിൽ മാത്രമല്ല, വിവേകത്തിലും തന്ത്രത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരു ലെസി മില്യണർ ഒരു കാര്യം നന്നായി മനസ്സിലാക്കുകയും ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിന്റെ തത്വം ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് എഫർട്ട് തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ അധ്വാനത്തിൽ ഏറ്റവും കൂടുതൽ ഫലം നേടുക. തന്റെ വരുമാനത്തിന്റെ 80% വെറും 20% പ്രയത്നത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ വിശകലനം ചെയ്യുന്നു. അതായത് 80% റിസൾട്ട് കാണുന്നത് 20% പ്രയത്നത്തിൽ നിന്നാണ്. എന്നിട്ട് അവൻ തന്റെ മുഴുവൻ ഊർജവും ആ 20% പ്രയത്നത്തിൽ കേന്ദ്രീകരിക്കുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. അതേപോലെ അവൻ പാർക്കിൻസൺ നിയമത്തിന്റെ കെണിയിൽ നിന്ന് സ്വയം രക്ഷിക്കുന്നു. അതായത് ഒരു ജോലി പൂർത്തിയാക്കാൻ നിങ്ങൾ എത്ര സമയം അനുവദിക്കുന്നുവോ അത്ര സമയം ആ ജോലി എടുക്കും. ഒരു സാധാരണ വ്യക്തി 30 ദിവസത്തെ സമയപരിധിക്കുള്ള ഒരു റിപ്പോർട്ട് 29 ദിവസം വരെ മാറ്റിവെക്കുമ്പോൾ ഒരു ലെസി മില്യണർ തനിക്കായുള്ള കർശനമായ സമയപരിധികൾ നിശ്ചയിക്കുന്നു. ഈ ജോലി എനിക്ക് പകുതി സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നവൻ സ്വയം ചോദിക്കുന്നു. ഈ ചോദ്യം അവനെ ചിന്താ പ്രക്രിയ വേഗത്തിലാക്കാനും അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാനും ഉൽപാദനക്ഷമത പല മടങ്ങ് വർദ്ധിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥ സമ്പന്നതയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നേടാൻ വെറുതെ സമയവും ഊർജവും ചെലവഴിച്ചാൽ പോരാ, കഠിനാധ്വാനം ആവശ്യമാണ്. എന്നാൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമല്ല, വിവേകം, തന്ത്ര, സംവിധാനങ്ങൾ എന്നിവയുടെ ശരിയായ ഉപയോഗത്തിലൂടെയാണ് യഥാർത്ഥ സമ്പത്തും സ്വാതന്ത്ര്യവും ജീവിത നിലവാരവും ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പാഠം. ഇന്നത്തെ ലോകത്ത് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമയത്തെ വിറ്റ് പണം സമ്പാദിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇതിന് വിപരീതമായി ഒരു ലെസി മില്യണർ ഈ ചക്രം തകർക്കുന്നു. അവൻ സമയം വിൽക്കുന്നതിന് പകരം അവനു വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ സംവിധാനം ഒരു വാടക കെട്ടിടമോ ഒരു ഓട്ടോമേറ്റഡ് ഓൺലൈൻ ബിസിനസ്സോ ഓഹരികളിലെ നിക്ഷേപമോ ആകാം. അവൻ ഉറങ്ങുമ്പോഴും അവനു വേണ്ടി പണം സമ്പാദിക്കുന്നു. അതിനാൽ അവന് ജോലി ചെയ്യാൻ നിർബന്ധിതനാകേണ്ടി വരുന്നില്ല. പകരം അവൻ തന്റെ ജീവിതം സ്വന്തം ഇഷ്ടപ്രകാരം സമാധാനത്തോടെ ജീവിക്കുന്നു. കുറച്ച് ചോദ്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം 1: വെറും കഠിനാധ്വാനം കൊണ്ട് സമ്പന്നനാകാൻ സാധിക്കുമോ? ചോദ്യത്തിന്റെ ഉത്തരം: ഇല്ല. കഠിനാധ്വാനം ആവശ്യമാണ്, എന്നാൽ അതുകൊണ്ട് മാത്രം സമ്പന്നനാകാൻ കഴിയില്ല. ബുദ്ധിപരമായ ചിന്ത, തന്ത്രം, സിസ്റ്റം ബിൽഡിംഗ് എന്നിവയാണ് യഥാർത്ഥ വിജയത്തിന്റെ താക്കോൽ. ചോദ്യം 2: ആരാണ് ലെസി മില്യണർ? ലെസി മില്യണർ എന്നാൽ കുറഞ്ഞ അധ്വാനം ചെയ്യുന്നവരല്ല, മറിച്ച് സ്മാർട്ട് സിസ്റ്റങ്ങൾ ഉണ്ടാക്കി നിഷ്ക്രിയ വരുമാനത്തിലൂടെയും ശരിയായ നിക്ഷേപത്തിലൂടെയും സമ്പത്തും സ്വാതന്ത്ര്യം നേടുന്ന വ്യക്തിയാണ്. അതായത് ലെസി മില്യണർ എന്നാൽ ജോലി ചെയ്യാതിരിക്കുന്ന വ്യക്തിയല്ല, പകരം അവർ ജോലി ചെയ്യുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അവർ സിസ്റ്റം നിർമ്മിക്കുന്നു, സ്മാർട്ട് സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സമ്പത്ത് നിർമ്മിക്കുന്നു. 3-ാമത്തെ ചോദ്യം: കഠിനാധ്വാനം
സ്മാർട്ട് വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കഠിനാധ്വാനത്തിൽ നിങ്ങൾ സമയം വിൽക്കുന്നു, സ്മാർട്ട് വർക്കിൽ നിങ്ങൾ നിങ്ങൾക്കായി തുടർച്ചയായി വരുമാനം ഉണ്ടാക്കുന്ന സിസ്റ്റവും ആസ്തികളും നിർമ്മിക്കുന്നു. കഠിനാധ്വാനത്തിൽ നിങ്ങൾ സമയം വിൽക്കുന്നു, അർത്ഥം ജോലിക്ക് പോകുന്നു എന്നാണ്. ഇവിടെ സ്മാർട്ട് വർക്കില് സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയാണ്, സമ്പത്ത് വരുന്ന സിസ്റ്റങ്ങൾ. ചോദ്യം 4. ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആസ്തി നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നു, ഉദാഹരണം കെട്ടിടം, ഓഹരി, ബിസിനസ്. ബാധ്യത നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുന്നു, ഉദാഹരണം കാറ്, വില കൂടിയ ഗാഡ്ജറ്റുകളൊക്കെ. ചോദ്യം 5. ജോലി ചെയ്യുന്നത് ഒരു ആധുനിക അടിമത്തമാണോ? അതെ, കാരണം ജോലിയിൽ നിങ്ങളുടെ വരുമാനം ഒരൊറ്റ പൈപ്പ് ലൈനിനെ ആശ്രയിച്ചിരിക്കുന്നു. ആ പൈപ്പ് ലൈൻ നിലച്ചാൽ വരുമാനം നിലയ്ക്കും. 6ാമത്തെ ചോദ്യം. ഒരു ലെസി മില്യണർ എന്തിനാണ് പല പൈപ്പ് ലൈനുകൾ നിർമ്മിക്കുന്നത്? അവന്റെ വരുമാനം ഒരൊറ്റ സ്രോതസ്സിനെ ആശ്രയിക്കാതിരിക്കാനും അവൻ എല്ലായ്പ്പോഴും സാമ്പത്തിക സുരക്ഷയും സ്വാതന്ത്ര്യവും ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ചോദ്യം 7. വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ സമ്പന്നരാക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല. സ്കൂളുകളും കോളേജുകളും അക്കാദമിക് വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, എന്നാൽ നിഷ്ക്രിയ വരുമാനം, നിക്ഷേപം, സിസ്റ്റം ബിൽഡിംഗ് പോലുള്ള യഥാർത്ഥ സാമ്പത്തിക വിദ്യാഭ്യാസം നൽകുന്നില്ല. ചോദ്യം 8. യഥാർത്ഥ വിജയത്തിന് ഒരു ഉപദേശകൻ, അതായത് മെന്റർ എന്തിനാണ് ആവശ്യം? മെന്റർ അതായത് ഉപദേശകൻ അനുഭവ പരിചയവും കുറുക്കു വഴികളും നൽകുന്നു, തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു, ശരിയായ ദിശ കാണിച്ചിരുന്നു. അതുവഴി സമയവും ഊർജവും ലാഭിക്കാം. 9ാമത്തെ ചോദ്യം. ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിന്റെ തത്വം എന്നാണ്. ഏറ്റവും കുറഞ്ഞ പ്രയത്നത്തിന്റെ തത്വം എന്നാൽ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഫലം നേടാനുള്ള കല എന്നാണ്. അതായത് 80% ഫലം നൽകുന്ന 20% പ്രാധാന്യമുള്ള ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചോദ്യം 10. യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതം സ്വന്തം നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ജോലിയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുകയും നിങ്ങളുടെ ആസ്തികളും സിസ്റ്റങ്ങളും നിങ്ങൾക്കായി തുടർച്ചയായി പണം സമ്പാദിക്കുകയും ചെയ്യുന്നതിനെയാണ് യഥാർത്ഥ സമ്പന്നത എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിന്റെ സമ്മറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.